വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. ഒരു കട്ടൻ ചായയോ കട്ടൻ കാപ്പി എടുത്ത് വെക്കുക, വീട്ടിലുള്ള എല്ലാവരെയും വിളിക്കുക, ഞങ്ങൾക്കും കൂടി ഒരു കാപ്പി അല്ലെങ്കിൽ ചായ എടുത്ത് വെച്ചേക്കണേ. എടുത്ത് വയ്ക്കുക, ബൈബിൾ എടുക്കുക, പുസ്തകം എടുക്കുക, പേന എടുത്ത് വെക്കുക, ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യുക. വലിയ ചില കാര്യങ്ങൾ കർത്താവ് നമ്മളോട് ഇന്ന് സംസാരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഡിഫറെൻറ്റ് പ്രെയർ മോഡ്സ്, പലതരത്തിലുള്ള പ്രാർത്ഥനയുടെ രീതികൾ. ഇന്നലത്തെ ഡയമെൻഷൻസാണ് നമ്മൾ കണ്ടത്. എന്നാൽ പ്രാർത്ഥനയുടെ പല രീതികളെക്കുറിച്ചൊക്കെ നമ്മളിന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് സ്നേഹമുള്ള എല്ലാവർക്കും, കൂടാതെ ശത്രുക്കളെ സ്നേഹിക്കാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ശത്രുക്കൾക്ക് കൂടെ ദയവായി അയച്ചു കൊടുക്കുക. ഈ ബ്ലെസ്സിങ് ടുഡേ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ദയവായി ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഒരുമിച്ച് കർത്താവ് അനുഗ്രഹിക്കാൻ പോവുകയാണ്. സ്പോൺസേഴ്സിൻ്റെ പേരുകൾ പറയാമോ? അതെ, ഇന്നൊരു പ്രധാനപ്പെട്ട സ്പോൺസറാണ്, പ്രൈം സ്പോൺസറാണ്. നമുക്ക് ദുബായിൽ നിന്ന് ഷോം ഈപ്പൻ ആൻഡ് വിനയ ഷോം ആണ് ഇന്നത്തെ നമ്മുടെ ഷോം ഈപ്പൻ വിനയ ഷോം. താങ്ക് യു സോ മച്ച്. കർത്താവ് ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകതയുണ്ട്, ഇന്ന് അവരുടെ 22ാമത്തെ വിവാഹ വാർഷികമാണ്. ഇന്ന് ഹാപ്പി 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 അല്ല ഹാപ്പിയസ്റ്റ് വെഡിങ് ആനിവേഴ്സറി. കർത്താവ് ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കുറച്ച് പ്രാർത്ഥനാ വിഷയങ്ങൾ തന്നിട്ടുണ്ട്, നമുക്ക് അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ദൈവം ഇതുവരെ നൽകിയ എല്ലാ നന്മകൾക്കുള്ള നന്ദി സൂചകമായിട്ടാണല്ലോ ഇത് സമർപ്പിച്ചിരിക്കുന്നത്. കർത്താവെ, അതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. മക്കൾ വചനം അറിയുകയും ദൈവ പൈതങ്ങളായി വളരുവാനും മക്കളുടെ അനുഗ്രഹിക്കപ്പെട്ട വിദ്യാഭ്യാസത്തിനും ഭാവിക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രണ്ടുപേരുടെയും മാതാപിതാക്കളുടെ ആരോഗ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബിസിനസിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ജ്ഞാനത്തിനായും കാര്യക്ഷമമായി ജോലി ചെയ്യുവാനുള്ള അങ്ങയുടെ കൃപ ഉണ്ടാകേണ്ടതിനായിട്ടും ഞങ്ങൾ ആ കുടുംബത്തെ ഇപ്പോൾ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അപ്പോൾ തന്നെ ഇന്നത്തെ രണ്ടാമത്തെ സ്പോൺസർ എറണാകുളത്ത് നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. ദൈവം കൊടുത്ത ഒത്തിരി നന്മകൾ, അനുഗ്രഹങ്ങൾ, രോഗസൗഖ്യങ്ങളൊക്കെ ഉണ്ട്. അതിനുള്ള ഒരു നന്ദി സൂചകമായിട്ടാണ് കർത്താവെ ഞങ്ങൾ അതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അപ്പോൾ തന്നെ ഇന്ന് നൽകിയിരിക്കുന്ന പ്രാർത്ഥനാ വിഷയം ഭാര്യയുടെ കണ്ണിന്റെ അലർജി മാറുവാൻ, ഒപ്റ്റിക് നെർവ് കർത്താവ് ജീവൻ വെക്കുവാൻ, യേശുവിന്റെ നാമത്തിൽ ജീവൻ വെക്കട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. കുടുംബമായി അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. മൂന്നാമത്തെ നമ്മുടെ സ്പോൺസർ ഇതുപോലെ തന്നെ കീഴ്മാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അരുവി അടുത്താണെന്ന് ഞാൻ കരുതുന്നു. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. കർത്താവെ, അവർ തന്നിരിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തിനായി പ്രാർത്ഥിക്കുന്നു. മുട്ടിനുള്ള നീർക്കെട്ട് സൗഖ്യമാകട്ടെ. ഭർത്താവിന് തിരികെ ഖത്തറിലേക്ക് പോകുവാനുള്ള സാഹചര്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഒരുങ്ങി വരട്ടെ. കർത്താവെ, അടുത്തതായിട്ട് കണ്ണൂരിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത വ്യക്തിയാണ്. കർത്താവെ, ജോലി നീ കൊടുത്തല്ലോ കർത്താവെ, അതിന്റെ നന്ദി സൂചകമായിട്ടാണല്ലോ ഇത് സമർപ്പിച്ചിരിക്കുന്നത്. കൂടുതലായ ജോലി അനുഗ്രഹിക്കണമേ. സഹോദരന്റെ വിവാഹം ദൈവഹിതപ്രകാരം നടക്കുവാൻ അങ്ങ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തത് ഇതുപോലെ തന്നെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്, പക്ഷെ സ്ഥലം പറഞ്ഞിട്ടില്ല. പക്ഷേ ചില പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്, നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, അവർ രണ്ടുപേരും കർത്താവെ ദൈവിക സംരക്ഷണത്തിനും ആരോഗ്യത്തിനും ഇരിക്കുവാൻ ദൈവികമായൊരു പുതിയ ബലം, ശക്തി അവരുടെ കർത്താവെ നിർജീവ ശരീരങ്ങളുടെ മേൽ ഇപ്പോൾ ഇറങ്ങി വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകളുടെ ദാമ്പത്യ ജീവിതം യേശുവിന്റെ നാമത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ സ്പോൺസേഴ്സിനെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിക്കുന്നപ്പ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു വൺസ് അഗൈൻ ഓൾ സ്പോൺസേഴ്സ്. ഇന്നത്തെ സ്പോൺസേഴ്സിന് പ്രത്യേകിച്ച് നന്ദി. ഒരുപക്ഷെ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു അക്കൗണ്ട് നമ്പർ കാണുവാൻ കഴിയും. നിങ്ങൾക്ക് അത് സ്ക്രീൻഷോട്ട് എടുത്തു വയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പോസ് ചെയ്ത ശേഷം അതൊന്ന് കുറിച്ച് വയ്ക്കാം. നാളുകളിൽ നിങ്ങൾക്കും ഇതുപോലെ ഈ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ വേലയിൽ പങ്കുകാരായി ലോകരാഷ്ട്രങ്ങളിലേക്ക് ഇത് എത്തിക്കാം. പല ഭാഷകളിലേക്ക് ഈ മോർണിംഗ് ഗ്ലോറി, നമ്മുടെ മറ്റ് പ്രോഗ്രാമുകളൊക്കെ വരാൻ വേണ്ടി ദയവായി പ്രയത്നിക്കുക. നിങ്ങൾക്ക് സാധിക്കുന്ന സഹായങ്ങൾ ചെയ്തു തരിക. രാജ്യത്തിൻ്റെ സുവിശേഷം കർത്താവ് വരുന്നതിന് മുമ്പ് ലോകരാജ്യങ്ങൾ നമുക്ക് എത്തിക്കാം. കൂടാതെ ബ്ലെസ്സിങ് ഫെലോഷിപ്പ് പ്രോഗ്രാം എന്ന ഒരു പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കുകാരാകാവുന്നതാണ്. അതിനുള്ള നമ്പർ, മിസ്ഡ് കോൾ നൽകേണ്ട നമ്പർ കാണിക്കുന്നുണ്ട്. നിങ്ങളൊരു മിസ്ഡ് കോൾ നൽകിയാൽ മാത്രം മതി. നിങ്ങളെ വിളിച്ച് ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും.
ആർ യു റെഡി ടു സിംഗ് ടു ദ ലോർഡ്? നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ സ്തുതിക്കാം. എന്റെ ദൈവം വാഴുന്നു, എന്റെ ദൈവം വാഴുന്നു. രാവിലും പകലിലും വാനിലും ഭൂവിലും എന്റെ ദൈവം വാഴുന്നു. എന്റെ ദൈവം വാഴുന്നു, എന്റെ ദൈവം വാഴുന്നു. രാവിലും പകലിലും വാനിലും ഭൂവിലും എന്റെ ദൈവം വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു. നിത്യപുരോഹിതൻ വാഴുന്നു, അവൻ വാഴുന്നു, അവൻ വാഴുന്നു. രാജാധിരാജാവായി വാഴുന്നു, അവൻ വാഴുന്നു, അവൻ വാഴുന്നു. നിത്യപുരോഹിതൻ വാഴുന്നു, അവൻ വാഴുന്നു, അവൻ വാഴുന്നു. രാജാധിരാജാവായി വാഴുന്നു. ഇളകി മറിയും കടലിൻ നടുവിൽ എന്റെ ദൈവം വാഴുന്നു. ഇളകി മറിയും കടലിൻ നടുവിൽ എന്റെ ദൈവം വാഴുന്നു. കലങ്ങി മറിയും മനസ്സിനുള്ളിലും എന്റെ ദൈവം വാഴുന്നു. കലങ്ങി മറിയും മനസ്സിനുള്ളിലും എന്റെ ദൈവം വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു. നിത്യപുരോഹിതൻ വാഴുന്നു, അവൻ വാഴുന്നു, അവൻ വാഴുന്നു. രാജാധിരാജാവായി വാഴുന്നു, അവൻ വാഴുന്നു, അവൻ വാഴുന്നു. നിത്യപുരോഹിതൻ വാഴുന്നു, അവൻ വാഴുന്നു, അവൻ വാഴുന്നു. രാജാധിരാജാവായി വാഴുന്നു. ഗോഡ് റെയിൻസ്. കർത്താവ് എവിടേക്ക് എന്തൊക്കെ സംഭവിച്ചാലും, കൊറോണ കൊണ്ട് ലോകം തലകുത്തി മറിഞ്ഞാലും ദൈവം സിംഹാസനത്തിൽ വാഴുന്നുണ്ട്. പ്രൈസ് ഗോഡ്. 200ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞ ട്യൂസ്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത ദിവസം ചില ഓഫറുകളൊക്കെ കൊടുത്ത് ഓർക്കുന്നുണ്ട്. അതിൽ ചിലത് ഞാൻ ഒന്നുകൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, വിന്നേഴ്സ് ഫാക്ടറി എന്ന ഈ പുസ്തകമാണ്. ഇംഗ്ലീഷുണ്ട്, മലയാളമുണ്ട്. അത് ഒരാൾ ചില വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി കൊടുക്കുവാൻ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വാങ്ങാൻ പണമില്ലാത്ത വിദ്യാർത്ഥികൾ, മാതാപിതാക്കന്മാർ, സ്ക്രീനിൽ കാണിക്കുന്ന ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസ്, എല്ലാത്തിലേക്കും അയക്കരുത്, ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസിൻ്റെ പ്രത്യേക നമ്പറിലേക്ക് നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ്, ഐ മീൻ പേര്, മേൽവിലാസം, നിങ്ങളുടെ അഡ്രസ്സ്, ഫോൺ നമ്പറും വ്യക്തമായി തെറ്റാത്ത രീതിയിൽ പോസ്റ്റൽ കോഡ്, പിൻ കോഡ് ഉൾപ്പെടെ അയച്ചു തരിക. ഇംഗ്ലീഷാണോ മലയാളമാണോ വേണ്ടത് എന്ന് സ്പെസിഫൈ ചെയ്യണം. അതുപോലെ തന്നെ പ്രാർത്ഥനാ ഡയറി, എൻ്റെ പ്രാർത്ഥനാ ഡയറി, ഇംഗ്ലീഷുണ്ട്, മലയാളമുണ്ട്, ഹിന്ദിയുണ്ട്. ഹിന്ദി തീർന്നിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രാർത്ഥനാ ഡയറി വാങ്ങുവാനുള്ള പണമില്ല. ചിലർ മുന്നിലേക്ക് വന്ന് സ്പോൺസർ ചെയ്തിട്ടുണ്ട്, അത് അയച്ചു തരുന്നതായിരിക്കും. കൂടാതെ 80കളിൽ ജീവിക്കുന്ന, ഐ മീൻ 80 വയസ്സിന് മുകളിൽ ഉള്ള TP കുര്യൻ എന്ന നമ്മുടെ ഒരു അങ്കിൾ, ബ്ലെസ്സിങ് ടുഡേ ഫാമിലിയിലെ വളരെ പ്രിയപ്പെട്ട ഒരു അങ്കിളാണ്. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം, ചില വർഷങ്ങളായി ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് നൽകപ്പെട്ട ചില സന്ദേശങ്ങൾ, പ്രസംഗങ്ങൾ അദ്ദേഹം കുറിച്ചെടുത്ത് പുസ്തക രൂപത്തിലാക്കി. ഗോൾഡൻ നഗറ്റ്സ് ഓഫ് വിസ്ഡം എന്ന പേരിൽ, ഇംഗ്ലീഷാണ്. അത് ആവശ്യമുള്ള, സ്ക്രീനിൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. അത് ആവശ്യമുള്ളവർ, നിങ്ങൾക്ക് ഒരുപക്ഷെ ഓൾറെഡി കിട്ടിക്കാണും, കിട്ടിയിട്ടില്ലാത്തവർ ചെയ്യേണ്ട വാട്സപ്പിലൂടെ അതിൻ്റെ ഡിജിറ്റൽ വേർഷൻ, അതിൻ്റെ ഇതുപോലുള്ള പ്രിൻ്റ് ചെയ്ത പുസ്തകമല്ല അത് നിങ്ങൾക്ക് മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലൊക്കെ വായിക്കാവുന്ന രീതിയിലുള്ള അതിൻ്റെ സോഫ്റ്റ് കോപ്പി നിങ്ങൾക്ക് അയച്ച് തരുന്നതാണ്, ഫ്രീ ആണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രീനിൽ കാണുന്ന ബ്ലെസ്സിങ് ടുഡേയുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്ക് ദയവായി നിങ്ങളൊരു മെസ്സേജ് അയച്ച് ഗോൾഡൻ നഗറ്റ്സ് ഓഫ് വിസ്ഡം എനിക്ക് അയച്ചു തരിക, പ്ലീസ് സെൻഡ് ഗോൾഡൻ നഗറ്റ്സ് ഓഫ് വിസ്ഡം
എന്ന് പറഞ്ഞുകൊണ്ട് ഏത് വാട്സപ്പ് നമ്പറിലേക്കാണോ അയക്കേണ്ടത് ആ നമ്പറിൽ നിന്നൊരു മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് അത് അയച്ചു കിട്ടുന്നതാണ്. കൂടാതെ ബ്ലെസ്സിങ് ടുഡേയുടെ വെബ്സൈറ്റിൽ www.blessingtoday.tv ആ വെബ്സൈറ്റിൽ റിസോഴ്സസിൽ അവിടെ കാണാം ഫ്രീ ഡൗൺലോഡ്. അവിടെ എവിടെയെങ്കിലും കാണും ഒരു ബട്ടൺ, അതിൽ പ്രസ് ചെയ്താലും ഇത് മാത്രമല്ല അനന്ത സ്നേഹത്തിൻ്റെ കഥ, ഈ പുസ്തകം, പല പുസ്തകങ്ങൾ ഡൗൺലോഡ് ഫ്രീ ആയി നിങ്ങൾക്ക് അവിടെ നിന്നും ഇത് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇന്നത്തെ പ്രത്യേകമായ സന്ദേശത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ ആഴ്ചത്തെ അവസാനത്തെ ഒരു സന്ദേശം കൂടിയാണ്. അതെ, ഇന്ന് വൈകിട്ട് മീറ്റിംഗ് ഉണ്ടോ? നമുക്ക് ഈവനിങ് നടക്കുന്ന റിവാവിൽ പ്രയർ ഉണ്ട്. നാളെയോ? നാളെ രാവിലെ. നാളെയാണ് സന്തോഷത്തിൻ്റെ ദിവസം. രാവിലെ 8 മണിക്ക് ഇംഗ്ലീഷ് സർവീസ്. ഇംഗ്ലീഷ് അല്പമെങ്കിലും പിടുത്തമുള്ള എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നത് നല്ലതാണ്. രാവിലെ 8 മണിക്ക്. 10 മണിയാകുമ്പോൾ മലയാളം സർവീസ്, ഇംഗ്ലീഷിലായിരിക്കും മെസ്സേജ്, അതിലും അറ്റൻഡ് ചെയ്യുക. അനേകർക്ക് ഇതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുക, അവരോട് ഇൻവൈറ്റ് ചെയ്യുക. എന്തോ എൻ്റെ ഉള്ളിൽ അതിഭയങ്കരമായ ഈ ദിവസങ്ങൾ, പ്രത്യേകിച്ച് ഈ ഒരാഴ്ച ഭയങ്കരമായി എൻ്റെ അകത്ത് വരുന്നു. ആയിരങ്ങൾ യേശുവിനെ അറിയുന്നതും പ്രാർത്ഥനയിൽ ഉണരുന്നതും ആത്മീയമായി ഉണരുന്നതും അനേകർ കർത്താവിൻ്റെ കുഞ്ഞുങ്ങളായി സ്വർഗത്തിന് വേണ്ടി തയ്യാറാക്കുന്നതുമൊക്കെ ഒരു അന്ത്യകാല ഉണർവ് അതിഭയങ്കരമായി വരുന്നതായിട്ട് എൻ്റെ ഉള്ളിൽ എനിക്ക് മനസ്സിൽ വരുന്നുണ്ട്. ഓക്കെ, ഡിഫറെൻറ്റ് പ്രയർ മോഡ്സ്, പലതരത്തിലുള്ള പ്രാർത്ഥനകളുടെ രീതികളെക്കുറിച്ച് നമുക്ക് നോക്കാം. എഫീസ് ലേഖനം 6:18, Ephesians 6:18. And pray in the Spirit on all occasions, with all kinds of prayers and requests. With this in mind, be alert and always keep on praying for all the saints. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. അവിടെ ഒരു കാര്യം ശ്രദ്ധിച്ച് കാണും. പ്രേ ഇൻ ദ സ്പിരിറ്റ് ഓൺ ഓൾ ഒക്കേഷൻസ്. ഒന്ന്, പ്രേ ഇൻ ദ സ്പിരിറ്റ് ഓൺ ഓൾ ഒക്കേഷൻസ്. എല്ലാ അവസരങ്ങളിലും, എല്ലാ കാലത്തും, എല്ലാ നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം. വിത്ത് ഓൾ kinds of prayers and requests. All kinds of prayers and requests. അവിടെ മലയാളത്തിൽ സകല പ്രാർത്ഥനയാലും, പക്ഷേ എല്ലാ തരത്തിലുള്ള പ്രാർത്ഥനകളാലും അഭ്യർത്ഥനകളാലും അപേക്ഷകളാലും എല്ലാ ഓൾ കൈൻഡ്സ്. അതിൻ്റെ അർത്ഥം എന്താ? പ്രാർത്ഥന പല തരത്തിലുണ്ടപ്പോൾ ചില ആളുകൾക്ക് ആകെ ഒറ്റ പ്രാർത്ഥനയെ അറിയാവൂ. രാവിലെ ചൊല്ലുന്ന, വൈകിട്ട് ചൊല്ലുന്ന, എല്ലായ്പ്പോഴും ചൊല്ലുന്ന ഒരേ പ്രാർത്ഥന. പിന്നെ ചിലർ എല്ലാം എനിക്ക് 50 എണ്ണം അറിയാം, കാരണം പ്രേയർ ഡയറിയിൽ 50 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ചല്ല പറയുന്നത്. There are different kinds of prayers. Amen. താല്പര്യമുണ്ടോ കേൾക്കാൻ? പിന്നെ ഉണ്ടെങ്കിൽ ലൈവ് ചാറ്റിലൊക്കെ ഒന്ന് പറ. ഞങ്ങൾക്കൊരു പ്രോത്സാഹനമാകട്ടെ, ഞങ്ങൾക്കൊരു പുഷാകട്ടെ. പലതരത്തിലുള്ള പ്രാർത്ഥനകളുണ്ട്. പ്രാർത്ഥനയുടെ 3 തലങ്ങൾ നമ്മൾ കണ്ടു, ഡയമെൻഷൻസ് ഓഫ് പ്രേയർ. ഇതല്ല, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രേയേഴ്സ് ഉണ്ട്. അതിൽ ഓരോന്നും നമ്മളൊന്ന് പെട്ടെന്ന് നോക്കാൻ പോവുകയാണ്. നമ്പർ 1, പ്രേയർ വിത്ത് ദ മൈൻഡ്. എന്തായാലും പറയാ, മനസ്സുകൊണ്ടുള്ള പ്രാർത്ഥന എന്നല്ല, ഒരു വാക്യം, മനസ്സിലുള്ള പ്രാർത്ഥന. 1 കൊരിന്ത്യർ 14:14-15 വാക്യങ്ങളിൽ അത് കാണാം. 1 Corinthians 14. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുക. 14:14-15. 1 Corinthians 14 and 15. For if I pray in a tongue, my spirit prays, but my mind is unfruitful. So what shall I do? I will pray with my spirit, but I will also pray with my mind. മലയാളത്തിന് മാത്രം സുഖമല്ല എൻ്റെ ട്രാൻസ്ലേഷൻ. എന്നാലും ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു. ആകയാൽ എന്ത്? ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. ഓക്കെ, അവിടെ പറയുന്നതിനനുസരിച്ച് ഒരു പലതരം പ്രാർത്ഥനകൾ, 2 തരം പ്രാർത്ഥന അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രേയിങ്
praying with my spirit and praying with my mind. ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കാം, മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാം. മനസ്സ് ഇൻവോൾവ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം, ആത്മാവ് ഇൻവോൾവ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അവിടെ തന്നെ 2 എണ്ണം പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രെയർ വിത്ത് ദ മൈൻഡ് എന്താണെന്ന് ആദ്യം നോക്കാം. മനസ്സുകൊണ്ടുള്ള പ്രാർത്ഥന. അവിടെ വി യൂസ് അവർ മൈൻഡ് ടു പ്രേ. നമ്മുടെ സുബോധത്തിൽ നമ്മുടെ മനസ്സ് ഇൻവോൾവ് ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഒരാളുടെ രോഗസൗഖ്യത്തിന് വേണ്ടി ആളുടെ പേര് പറഞ്ഞ് ട്രീസ എന്ന് പറഞ്ഞ് ട്രീസയുടെ തൈറോയിഡ് മാറുവാൻ വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂമൻ ലാംഗ്വേജിൽ ഹ്യൂമൻ മൈൻഡ് ഉപയോഗിച്ച് ഒരു വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിലെൻ്റെ ബുദ്ധിയുണ്ട്, ബോധമുണ്ട്, ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. ദാറ്റ് ഈസ് വൺ കൈൻഡ് ഓഫ് പ്രെയർ. പലതരം പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥനയാണ് പൊതുവേ ലോകം മുഴുവൻ ആഗോള വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത്. കർത്താവേ, ഇന്നയാളെ സഹായിക്കണേ, ഇന്നയാൾക്ക് ഇന്നത്, ഇന്നയാൾക്ക് ഇന്നത്, മറ്റേ ആൾക്ക് ഇന്നത് എന്ന് പറയുന്നതെല്ലാം ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. ഇതിൽ വി യൂസ് നോൺ ഹ്യൂമൻ ലാംഗ്വേജസ്. നമുക്കറിയാവുന്ന മനുഷ്യരുടെ ഭാഷയിലാണ് നമ്മളിത് പ്രാർത്ഥിക്കുന്നത്. മലയാളികളായ നമ്മൾ മലയാളത്തിൽ പ്രാർത്ഥിക്കും. തമിഴ് അറിയാവുന്നവർ, വശമുള്ളവർ അതിൽ പ്രാർത്ഥിക്കും. ഉറുദു അറിയാവുന്നവർ അതിൽ പ്രാർത്ഥിക്കും. ഇംഗ്ലീഷ് അറിയാവുന്ന ഇംഗ്ലീഷ് പ്രാർത്ഥിക്കും. ഹിന്ദി അറിയാവുന്നവർ ഹിന്ദിയിൽ പ്രാർത്ഥിക്കും. അവരവർക്ക് അറിയാവുന്ന ഭാഷയിൽ, ഏറ്റവും ഫ്ലുവൻ്റ് ആയിട്ടുള്ള മാതൃഭാഷയിലായിരിക്കും സാധാരണ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഈ സമയത്ത് എന്ത് സംഭവിക്കും? ഈ ബുദ്ധി ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ അകത്തുള്ള ആത്മാവ് പലപ്പോഴും അധികം വർക്ക് ചെയ്യുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അറ്റ്ലീസ്റ്റ് ടു എ സർട്ടൈൻ എക്സ്റ്റെൻറ്റ് ദ ഹ്യൂമൻ സ്പിരിറ്റ് ഈസ് നോട്ട് വർക്കിംഗ്. കാരണം എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് അറിവോടുകൂടെ ഇന്ന വിഷയത്തിന് വേണ്ടി അറിയാവുന്ന വ്യാകരണവും ഉപയോഗിച്ച് ഒരു ഭാഷയിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതിനെ പറയുന്നത് ദിസ് ഈസ് നോൺ പ്രേയർ. എല്ലാവർക്കും അറിയാം. ചുറ്റിലും ഒരാളിരുന്ന് കേൾക്കുവാണെങ്കിൽ അയാൾ അതിന് ആമേൻ പറയും. ആമേൻ. കാരണം ഞാനും കൂടി ചേർന്ന് അതിന് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം അയാൾക്ക് മനസ്സിലായി അയാൾ പ്രാർത്ഥിച്ച എന്താണ്. ഇതാണ് ഒരു തരത്തിലുള്ള പ്രാർത്ഥന. നമ്പർ 2, പ്രെയർ വിത്ത് ദ സ്പിരിറ്റ്. നമ്മൾ അവിടെ തന്നെ കണ്ടു, ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. ഇത് എന്നാ കുന്തറാണോ? ആത്മാവ് കൊണ്ട് എങ്ങനെ പ്രാർത്ഥിക്കും? ഞാൻ ശരീരത്തിലിരിക്കുന്നു, എൻ്റെ ആത്മാവ് കൊണ്ട് ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും? ഒത്തിരി പേർക്കും അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ജൂഡ് ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 20, യൂദായുടെ ലേഖനം 1-20 നിങ്ങളോ പ്രിയമുള്ളവരെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും praying in the Holy Spirit. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് praying in the Holy Spirit. ഇതാണ് praying with the Spirit. എൻ്റെ ആത്മാവും ഹോളി സ്പിരിറ്റും കൂടി ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ എന്താ സംഭവിക്കുന്നത്? My mind is not fruitful, അല്ലെങ്കിൽ my mind is not working. My mind is not involved in that prayer. കാരണം എനിക്ക് തന്നെ അറിയില്ല എന്താ പ്രാർത്ഥിക്കുന്നത്. മറ്റൊന്ന്, ഐ എം നോട്ട് യൂസിങ് എനി നോൺ ലാംഗ്വേജ്. മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നൊരു ഭാഷയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. ഞാൻ മലയാളിയാണ്, മലയാളത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. ഈ ഭൂമിയിൽ മനസ്സിലാകുന്ന ഒരു ഭാഷയിലും ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. മനുഷ്യർക്ക് മനസ്സിലാകാത്ത ഭാഷയിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ ദ ഹോളി സ്പിരിറ്റ് ഹെൽപ്സ് ദ ഹ്യൂമൻ സ്പിരിറ്റ് ടു പ്രേ. അപ്പോൾ ഇത് സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ദിസ് സ്റ്റാർട്ട്സ് അറ്റ് ദ ടൈം ഓഫ് ദ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ സ്നാനമേൽക്കുന്ന സമയത്താണ് ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിലാണ് പരിശുദ്ധാത്മ സ്നാനം നമ്മൾ കാണുന്നത്. ശിഷ്യന്മാരുടെ സ്നാനം ആത്മാവ് കൊണ്ടും, വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കും, തീ കൊണ്ട് സ്നാനം അല്ലെങ്കിൽ ആത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കും. അപ്പോൾ അവിടെ സംഭവിച്ചത്, അവരുടെ മേൽ പരിശുദ്ധാത്മ വന്നപ്പോൾ 120 പേരടങ്ങുന്ന സംഘം, അവിടെ പറയുന്നത് അവർ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. അപ്പോൾ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദേ സ്റ്റാർട്ട് ടു പ്രേ in the languages of the spirit, അല്ലെങ്കിൽ in the language
given by the Holy Spirit, as the Holy Spirit gave them utterance. പരിശുദ്ധാത്മാവ് ഉച്ചാരണം നൽകിയതുപോലെ സാധാരണക്കാരുടെ ഭാഷയിലല്ല, അന്യഭാഷകളിൽ അവർ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ദ ഹ്യൂമൻ മൈൻഡ് ഈസ് പാസീവ്. എന്ത് സംഭവിക്കുന്നു? ഇത് വർക്ക് ചെയ്യുന്നില്ല. മാത്രമല്ല, ദിസ് ഈസ് അൺനോൺ പ്രെയർ. ഇതൊരാളിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മറ്റൊരാൾക്ക് ഒരു ആമേൻ എന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ പ്രാർത്ഥിച്ചെന്ന് നമുക്ക് അറിഞ്ഞിട്ടു. അതിൻ്റെ അർത്ഥം നോ വൺ ക്യാൻ സേ ആമേൻ ബട്ട് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് അതിന് ആമേൻ പറയും. അതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രെയർ വിത്ത് ദ സ്പിരിറ്റ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന ശേഷം പരിശുദ്ധാത്മാവ് നൽകുന്ന അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്നത്. അതിന് എല്ലാവർക്കും ഒരു പ്രെയർ ലാംഗ്വേജ് കർത്താവ് കൊടുക്കും. ദാറ്റ് ഈസ് റിയലി അമേസിങ്. ഈ ബോണഗിനായ സമയം തുടങ്ങി, രക്ഷിക്കപ്പെടുന്ന സമയം തുടങ്ങി മൈൻഡ് കൊണ്ട് പ്രാർത്ഥിക്കാം. എന്നാൽ രക്ഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം ലഭിച്ച ശേഷം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്ന, ഉച്ചരിക്കാൻ നൽകുന്ന ഭാഷകളിലൂടെ. അതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേതിലേക്ക് നമുക്ക് പോകാം. പ്രെയർ വിതൗട്ട് എനി ലാംഗ്വേജ്. ഒരു ഭാഷയും ഇല്ലാത്തൊരു പ്രാർത്ഥന. ആദ്യത്തേത് മനുഷ്യരുടെ ഭാഷയിൽ, രണ്ടാമത്തേത് ആത്മാവിൻ്റെ ഭാഷയിൽ, മൂന്നാമത്തേത് ഭാഷയേ ഇല്ല. അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ടോ? ഉണ്ട്. റോമൻസ് 8:26 and 27. റോമാലേഖനം 8-ാം അധ്യായം 26-27 വചനങ്ങളിൽ നമ്മൾ കാണുന്നത്, വീണ്ടും വണ്ണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ല, എന്നാൽ ആത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ആത്മാവ്, നമ്മളല്ല, ആത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ. The Holy Spirit himself prays in us, through us, for us. പരിശുദ്ധാത്മാവ് നമ്മൾ വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ എന്ന് പറഞ്ഞാൽ അവിടെ വരുന്നത്, he prays, the Holy Spirit prays with some groans that words cannot express or explain. പരിശുദ്ധാത്മാവ് എൻ്റെ അകത്തിരുന്നുകൊണ്ട് ഒരു പ്രത്യേകമായ ഞരക്കങ്ങളും മൂളലുകളും ഒക്കെയാണ് പുറത്തേക്ക് വരുന്നത്. ഒരു ഭാഷ വരുന്നില്ല. ശരിയായ രീതിയിൽ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ളൊരു ഭാഷ അവിടെ വരുന്നില്ല. ബോത്ത് ദ ഹ്യൂമൻ മൈൻഡ് ആൻഡ് ദ സ്പിരിറ്റ് ആർ പാസീവ്. ഇവിടെ ഇതും പ്രവർത്തിക്കുന്നില്ല, മനസ്സും പ്രവർത്തിക്കുന്നില്ല, ഹ്യൂമൻ സ്പിരിറ്റും പ്രവർത്തിക്കുന്നില്ല, ഹോളി സ്പിരിറ്റ് മാത്രം പ്രവർത്തിക്കുക നമ്മുടെ അകത്ത് വസിച്ചോണ്ട്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ചില സമയത്ത് അതിഭയങ്കരമായൊരു ബേർഡൻ വരുന്നു. നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ച്, ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയെക്കുറിച്ച്, ഒരു പ്രത്യേക ചർച്ചിനെക്കുറിച്ച്, പ്രത്യേകമായൊരു രാജ്യത്തെക്കുറിച്ച്, ഒരു ഈവൻറ്റിനെ കുറിച്ചൊക്കെ ഒരു പ്രത്യേകമായ ബേർഡൻ അകത്ത് വന്നിട്ട് അകത്ത് നിന്ന് ഭയങ്കരമായൊരു മൂളൽ ശബ്ദവും ഭയങ്കരമായൊരു ഞരക്കവും വന്നുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് തന്നെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വി ആർ ഓൺലി ദ വെസൽ ഓർ ദ പ്ലാറ്റ്ഫോം. അപ്പം അവിടെ ഗോഡ് സെർച്ചസ് ദ മൈൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദൈവം പരിശുദ്ധാത്മാവിൻ്റെ മനസ്സിലാക്കി ആ പവർഫുൾ പ്രെയർ. So all these prayers will be in accordance with the God's perfect will. പരിശുദ്ധാത്മ പ്രാർത്ഥനയുടെ പ്രത്യേകത, അത് പൂർണ്ണമായും ദൈവത്തിൻ്റെ പൂർണ്ണഹിതം അനുസരിച്ചായിരിക്കും. കാരണം എന്താ? പരിശുദ്ധാത്മാവിന് മാത്രമേ ദൈവത്തിൻ്റെ ആഴങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പൂർണ്ണതയും അറിയാൻ പാടുള്ളൂ. നമുക്കാർക്കും അറിയില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് തന്നെ അത് ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും ആളുകൾ നമ്മളെ തെറ്റിദ്ധരിക്കാറുണ്ട്. ഇങ്ങനൊരു പ്രാർത്ഥന സാധാരണ പൊതുവേദിയിൽ പ്രാർത്ഥിച്ചാൽ മിക്കവാറും വല്ല ആംബുലൻസ് വിളിച്ചെടുത്തിട്ടുണ്ട് പോകും. കുസുമഗിരിയിലാണ്, ഉളമ്പറയിലാണ് കൊണ്ടുപോകേണ്ടത്, അതല്ലെങ്കിൽ വേറെ ഏത് മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഇത് ഔട്ടായിപ്പോയി എന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. പഴയ നിയമത്തിൽ 1 ശമൂവേൽ 1-ാം അധ്യായത്തിൽ 1 ശമൂവേൽ 1-ാം അധ്യായത്തിൽ ഒരു ലേഡി, ഹന്ന എന്ന് പറയുന്ന ഒരു ലേഡി ദേവാലയത്തിൽ ചെന്ന്
അവൾ ഹൃദയം പകർന്ന് ദൈവത്തിൽ പ്രാർത്ഥിച്ച സമയത്ത് എന്തൊക്കെയോ പുലമ്പുന്നത് പോലെ എന്തൊക്കെയോ തൊട്ടപ്പുറത്തിരുന്ന ഏലി എന്ന് പറയുന്ന അവിടുത്തെ പ്രീസ്റ്റ് ഇത് കേട്ടോണ്ടിരുന്നപ്പോൾ പ്രീസ്റ്റിന് മനസ്സിലായി ഇവൾ വെള്ളം അടിച്ചിട്ട് വന്നേക്കും, രാവിലെ പൂസായി വന്നേക്കും. വിളിച്ചിട്ട് ശാസിച്ചു, ഇനി മേലെ പള്ളിയിൽ വരും അതേ മര്യാദ ഇതൊന്നും കുടിച്ചോണ്ട് വെള്ളം അടിച്ചിട്ടൊന്നും പള്ളിയിൽ വരും, അതൊരു സ്ത്രീ വന്നേക്കുമോ. പക്ഷെ അവൾ പറഞ്ഞു, ഞാൻ വെള്ളമടിച്ച് പൂസായതല്ല, എൻ്റെ മനോവിഷമം കൊണ്ട് എൻ്റെ അകത്ത് ഞാൻ ദൈവത്തിൽ ഹൃദയം പകർന്ന് പ്രാർത്ഥിച്ചതാണ്. പഴയ നിയമത്തിൻ്റെ ഒരു എക്സ്പ്രഷനായിട്ട് വിചാരിച്ചാൽ മതി, ഇന്നത്തെ പോലെ ആകണമെന്നില്ല. ഇതുപോലെ ഏലിയാവ് 1 കിങ്സ് 1 രാജാക്കന്മാർ 18-ാം അധ്യായം 42 മുതൽ 44 വരെ വായിക്കുന്ന സമയത്തും ഒരു പ്രത്യേക രീതിയിലുള്ള പൊസിഷനിൽ ഇരുന്നുകൊണ്ടുള്ളൊരു പ്രാർത്ഥന നമുക്ക് കാണാം. ഈ രീതിയിൽ തന്നെ ഇതാണെന്ന് നമുക്കറിയുള്ളൂ. പക്ഷേ പരിശുദ്ധാത്മാവിൽ ക്രംബിൾഡായി ക്രഷ്ഡായി ഗ്രോൺ ചെയ്ത് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാം. ഭാഷകളില്ലാത്ത പ്രാർത്ഥന, പക്ഷെ അത് പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തിരുന്നുകൊണ്ട് പിതാവിനോട് കഴിക്കുന്ന ശക്തിയേറിയ, ഇതിനെ ഇൻറ്റൻസ് പ്രെയർ എന്ന് വേണമെങ്കിൽ പറയാം. അതിഭയങ്കരമായി. എനിക്ക് ഇതിപ്പം ബൈബിളിലെ ഉദാഹരണങ്ങളൊക്കെ ബ്രദർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കഴിഞ്ഞ ചില ഞായറാഴ്ചകളായിട്ട് ദൈവത്തിൻ്റെ ഒരു അഭിഷേകം ഈ സ്റ്റേജിൽ ഇറങ്ങിയ സമയത്ത് ഓരോ ബ്രദേഴ്സിൻ്റെയും ഈവൻ എൻ്റെ ജീവിതത്തിലും ബുദ്ധി കൊണ്ടുമല്ല ആത്മാവിലുമല്ലാത്ത എന്തോ പോകുന്നതെന്നറിയാൻ പറ്റാത്തൊരു ഒരു ഒരു റലത്തിനകത്തേക്ക്, എന്താ പറയുക, ഒരു തലത്തിലേക്ക് ഇവിടുത്തെ ബ്രദേഴ്സ് ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ എല്ലാവരും കയറിയത് എനിക്ക് ഓർമ്മയുണ്ട്. ആ സമയത്ത് ഞാൻ വിശ്വസിക്കുന്നു ബ്രദർ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന മൂന്നാമത്തെ തരത്തിലുള്ള ഈ പ്രാർത്ഥനയാകാം അവിടെയൊക്കെ വെളിപ്പെട്ടത്. കാരണം ഇവിടെ എല്ലാം ഈ പ്ലാറ്റ്ഫോമുകളിലൊക്കെ പലരും കിടന്നുകൊണ്ടുള്ള പ്രാർത്ഥന ഗദ്ഗതമായിരുന്നു ആ സമയത്ത്. അടുത്ത ഒരെണ്ണമുണ്ട്, പ്രെയർ ഇൻ എ ട്രാൻസ്. അതിന് പറയുന്നത് എന്താ പറയുന്നത്, ഒരു ട്രാൻസിലേക്ക്, ആത്മവിവശതയിലേക്ക് പോയി. അങ്ങനൊരു പ്രാർത്ഥനയുണ്ട്. ആക്സ് 10:9 and 10 അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ 9-10 വചനങ്ങളിൽ പത്രോസ് വിശന്നിട്ട് ഒരു ഗസ്റ്റായിട്ടൊരു വീട്ടിലിരിക്കുന്ന സമയത്ത് താഴെ കുക്കിംഗ് നടക്കുന്നു, നല്ല വിശപ്പുണ്ട്. പക്ഷേ ആ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് താൻ ആത്മവിവശതയിലായി. ഹി വെന്റ് ഇൻടു എ ട്രാൻസ്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ട്രാൻസിലേക്ക് പോകുന്ന സമയത്ത് നാച്ചുറൽ എബിലിറ്റീസ് ആർ ഫ്രോസൺ. നമ്മുടെ ശരീരത്തിൻ്റെ സാധാരണ രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം അങ്ങ് നിലച്ചു. ആ സമയത്ത് ഒരു പ്രത്യേകത, ഗോഡ് ക്യാൻ ഡു എനിത്തിങ് ഇൻ ദാറ്റ് പേഴ്സണാലിറ്റി. ആ വ്യക്തിയിൽ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഒരു പ്രത്യേക ഫ്രോസൺ രീതിയിൽ കിടക്കുക. അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ദൈവം ഇറങ്ങി വന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്യും. സോ അവിടെ സംഭവിക്കുന്നത്, അങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ അദ്ദേഹം ഒരു ദർശനം കണ്ടു, അല്ലേ? വലിയൊരു ഷീറ്റ്, അതിൽ പല പല മൃഗങ്ങളും ഇഴജാതികളൊക്കെ ആയിട്ട് ഇറങ്ങി വരുന്നതും ദൈവം ചില കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചുമൊക്കെ അവിടെ കാണാം. ഇവിടെ സംഭവിക്കുന്നത്, ഗോഡ് ഓപ്പൺഡ് ദ പോർട്ടൽസ് ഓഫ് സ്പിരിറ്റ്, the portals of spirit world to that person. ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ആത്മാവിൻ്റെ പല മണ്ഡലങ്ങൾ, ആത്മാവിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുകയാണ്. ഓപ്പൺ വിഷൻ ചിലപ്പോൾ കണ്ടെന്നിരിക്കും, ട്രാൻസ് വിഷൻ കണ്ടെന്നിരിക്കും. അതിൽ ആ വ്യക്തി മാത്രമല്ല, ആ വ്യക്തിയിലൂടെ ചിലപ്പോൾ ഒത്തിരി പേർക്ക് വലിയ വ്യത്യാസങ്ങൾ വന്നിരിക്കും. പത്രോസിൻ്റെ ആ ഒരൊറ്റ ദർശനമാണ് സഭാചരിത്രത്തിൻ്റെ വഴി തിരിച്ചുവിട്ടത്, ക്രൈസ്തവ സഭാചരിത്രത്തെ. കാരണം അതുവരെ യഹൂദന്മാരല്ലാത്ത ആരുടെ അടുക്കലേക്ക് പോകാതിരുന്ന പത്രോസ് വളരെ പെട്ടെന്ന് നേരെ, അതിനുശേഷം ഉടൻ തന്നെ ഭക്ഷണം കഴിച്ചോന്ന് പോലും അറിയില്ല, ഓരോ കൂട്ടരവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. നേരെ പോയി കൊർന്നേലിയൂസിൻ്റെ വീട്ടിൽ പോയി പരിശുദ്ധാത്മാവിന്റെ പകർച്ച തുടങ്ങി. ഭയങ്കര മീൻസ് എവിടെ, ജാതികളിൽ, ജെന്റൈൽസ്, ഒരു വലിയ ഓപ്പണിങ് അവിടെ ലഭിച്ചു. അപ്പം ഞാൻ 4 തലം ഇപ്പോൾ പറഞ്ഞു, പലത് കാണും. 4 തലമല്ല, 4 തരത്തിലുള്ള പ്രാർത്ഥന ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞു. ഒന്നാമത്തത് മനസ്സുകൊണ്ടുള്ള പ്രാർത്ഥന, പരിശുദ്ധാത്മാവോട് ചേർന്നുള്ള പ്രാർത്ഥന. മൂന്നാമത്തത് ഭാഷകളൊന്നുമില്ല, പരിശുദ്ധാത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാലും അപേക്ഷകളാലും നേരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അടുത്തത് ഒരു വിവശതയിലായിക്കൊണ്ടുള്ള പ്രാർത്ഥന. ശരീരം മൊത്തം തളർന്ന ഒരു സ്ഥലത്ത് കിടക്കുന്നു, അയാളിലൂടെ ദൈവം എന്തൊക്കെയോ ദൈവമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ നടത്തുന്നു.
ഞാനിങ്ങനെ വിശ്വസിച്ച് പറഞ്ഞോട്ടെ, മോർണിംഗ് ഗ്ലോറിക്കാരിൽ പലരെയും കർത്താവ് ഈ 4 തരത്തിലുള്ള പ്രാർത്ഥനയിലും ട്രെയിൻ ചെയ്യാൻ പോവാം. ആർ യു വില്ലിങ്? ആർ യു റെഡി? നേരിട്ടൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ, എന്തൊക്കെയോ നടക്കുന്നുണ്ടല്ലോ. പരിശുദ്ധാത്മാവ് ചിലരെ പരിശീലിപ്പിക്കാൻ പോകുകയാണ്. Amen. The Holy Spirit is the best coach, the best trainer, Amen. the best instructor, Yes. and he is going to mentor you in prayer. Amen. Hallelujah. Hallelujah. എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ചയിലേക്ക് കിടക്കുമ്പോൾ പ്രാർത്ഥനയുടെ ചിലപ്പോൾ 1-2 കാര്യങ്ങൾ കൂടി പറയേണ്ടി വരും. അതിന് ശേഷം ബിൽഡിംഗ് ദ ഇന്നർ മാൻ എന്നതിൻ്റെ അടുത്തതിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. പക്ഷെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള പല എപ്പിസോഡുകൾ ചെയ്തു, പല ആഴ്ചകളായി ഞാനിത് തുടങ്ങിയിട്ട്. പ്രാർത്ഥനയിൽ എത്ര പേർക്ക് മാറ്റമുണ്ട് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പറിലേക്ക് പ്രാർത്ഥനാ ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് എന്ത് അനുഭവിക്കുന്നു, എത്രത്തോളം വ്യത്യാസങ്ങൾ വന്നു, എന്ത് മാറ്റം വന്നു, എന്ത് പഠിച്ചു, എന്ത് പരിശീലിച്ചു, എന്ത് അനുഭവം ഉണ്ടായി, എൻ്റെ പേഴ്സണൽ വാട്സാപ്പ് നമ്പറിലേക്ക് ദയവായി നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കണം. ഓഡിയോ മെസ്സേജായോ ടെക്സ്റ്റ് മെസ്സേജായോ അയച്ചു തരിക. ഒത്തിരി നീട്ടിക്കൊണ്ടു പോകരുത്. മാക്സിമം ബ്രീഫാക്കി പറയാനുള്ള കാര്യം പറയുക, ആവർത്തിച്ച് പറയാതെ ഷോർട്ടാക്കി. ഒത്തിരി നീണ്ടുപോയാൽ പിന്നെ കേൾക്കാൻ പറ്റാതെ വരും. അതുപോലെ എൻ്റെ ഈ പേഴ്സണൽ വാട്സപ്പ് നമ്പറിൽ ദയവായി ആരും വിളിക്കരുത്. വിളിച്ചാൽ കിട്ടുകയില്ല. ഇത് വാട്സാപ്പിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന നമ്പറാണ്. അതുകൊണ്ട് വാട്സാപ്പ് മെസ്സേജുകൾ മാത്രം. ദയവായി അതിൽ വാട്സപ്പ് കോൾ ചെയ്യരുത്, അല്ലാത്ത കോളും ചെയ്യരുത്. ലഭിക്കുന്നതല്ല, മെസ്സേജുകൾക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒന്നാണത്. പല പല മീറ്റിങ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എല്ലാ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് സാധ്യവുമല്ല. മാത്രമല്ല പഴയതിനേക്കാൾ തിരക്ക് പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ വേഗത്തിൽ മറുപടി അയക്കാനും എനിക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. എന്നെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഒത്തിരി പേർക്ക് നമ്മുടെ ശുശ്രൂഷകരുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പല പല ബ്ലെസ്സിങ് ടുഡേ ചർച്ചുകളൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവരുമായിട്ടും എല്ലാം ബന്ധപ്പെടുക. പ്രേ കോൾ സെൻറ്റർ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. ഏത് നേരത്തും 24/7. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യഫലം പറയുന്നുണ്ടോ? ഉണ്ട്. ആക്ച്വലി മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് ഇന്നലെയൊക്കെ പഠിപ്പിച്ചല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ആൻറ്റി തൻ്റെ ഒരു കൂട്ടുകാരിയുടെ മകന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. ദൈവം എന്ത് ചെയ്തു എന്നുള്ളതാണ്. കോട്ടയത്ത് നിന്ന് അന്നമ്മ ഡാനിയൽ. പ്രൈസ് ദി ലോർഡ്. ഞാൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് അന്നമ്മ ഡാനിയൽ. ഞാൻ കഴിഞ്ഞ ഈ ഒക്ടോബർ 18, 19 തീയതികളിൽ നമ്മുടെ ഈവനിങ്ങിലത്തെ ഫാസ്റ്റിംഗ് പ്രെയറിൻ്റെ സമയത്ത് ലൈവ് ചാറ്റിൽ ഒരു പ്രെയർ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരിയുടെ മകന് കാനഡയിൽ ചെന്നിട്ട് ജോലിയായില്ലായിരുന്നു. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ജോലി ലഭിക്കാനും ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. അപ്പോൾ പ്രാർത്ഥന റിക്വസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇൻ്റർവ്യൂവിൽ മകൻ പാസ്സായി. ഇപ്പോൾ അവന് ഓഫർ ലെറ്ററും കിട്ടി. ദൈവത്തിന് 1000 നന്ദി പറയുന്നു. പ്രാർത്ഥിച്ച എല്ലാ ദൈവദാസന്മാർക്കും നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. താങ്ക് യു എവരിവൺ. അതുപോലെയുള്ള കൊച്ചു കൊച്ചു സാക്ഷ്യങ്ങൾ ഞാൻ 1-2 കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു അലക്സ് ഫ്രം ആഫ്രിക്ക, അലക്സ് എന്ന് പറയും. എനിക്ക് തോന്നുന്നു എറണാകുളത്ത് നിന്ന് പോയ അലക്സ് ബ്രദർ ആണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ അലക്സ് ബ്രദർ ആയിരിക്കും. അദ്ദേഹത്തിന്റെ ഒരു ഷോർട്ട് ആൻഡ് സ്വീറ്റ്. ഓക്കേ, ഗുഡ്. പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. ഞാനൊരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വോയിസ് മെസ്സേജ് ഉപയോഗിക്കുന്നത്. സെപ്റ്റംബർ 4-ാം തീയതി ഞാൻ പ്രെയർ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ വിളിച്ച് പറഞ്ഞായിരുന്നു, സാമ്പത്തികമായിട്ട് ഉയർച്ചകൾ വരുന്നു, പിന്നെ ജോലിയിൽ നല്ല ഭാവി ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. അന്ന് ഞാനിപ്പോൾ അത് ഏറ്റെടുത്തു. കൂടാതെ എനിക്ക് വേറൊരു കമ്പനിയിൽ ജോലി ശരിയാവുകയും ഇൻ്റർവ്യൂ എല്ലാം നടക്കുകയും ചെയ്തു. പക്ഷെ അതോടനുബന്ധിച്ച് ആ സമയത്ത് തന്നെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ വേറൊരു കൺട്രിയിലേക്ക് എനിക്ക് മാറ്റം ലഭിക്കുകയും ശമ്പള വർധനവും ഉണ്ടാവുകയും ചെയ്തു. ഞാൻ ആ സാക്ഷ്യം, ദൈവം നൽകിയ അനുഗ്രഹവും അത്ഭുതവും, ആ സാക്ഷ്യം ഞാനിവിടെ പാസ്റ്ററിനോട് പറയുന്നു. യേശു നന്ദി, യേശു സ്തോത്രം. ആമേൻ. That is wonderful. Hallelujah. മാറ്റവും കിട്ടി,
യെസ്. ശമ്പള വർധനവും കിട്ടി. ദൈവം തന്നെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് നടത്തുന്ന വിധങ്ങൾ ഭയങ്കരമാണ്. ഷിക്കാഗോയിൽ നിന്നൊരു ആഗ്നസ് ഇന്ന് ഈ വീക്കിൽ ലാസ്റ്റ് അല്ലേ, ഒരു ഷോർട്ട് അവർ കുറച്ച് പറഞ്ഞിട്ട്, പക്ഷെ ഞാൻ ഇടയ്ക്ക് ഒന്ന് കട്ട് ചെയ്തോളാം. പ്രൈസ് ദി ലോർഡ് ബ്രദർ. ഞാനൊരു സാക്ഷ്യം പറയാൻ വേണ്ടി വിളിക്കുകയാണ്. ഞാൻ നേരത്തെ ബ്രദറോട് എൻ്റെ മോന് വേണ്ടി ഒരു പ്രയർ റിക്വസ്റ്റ് പറഞ്ഞിരുന്നു, ഒരു ഫെഡറൽ ജോബ് കിട്ടുവാൻ വേണ്ടിയിട്ട്. ആൻഡ് ഐ എം വെരി ഗ്ലാഡ് ആൻഡ് ഹാപ്പി ഗോഡ് ഹേർഡ് ദ പ്രയർ. ഈ സാറ്റർഡേ മുതൽ എൻ്റെ മോൻ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രൈസ് ഗോഡ്. രണ്ടാമത്തെ സാക്ഷ്യം ബ്രദർ, കഴിഞ്ഞ 2012-13 മുതൽ എൻ്റെ മുടി അസഹ്യമായിട്ട് പൊഴിയുന്നുണ്ടായിരുന്നു. വീട് നിറച്ച് മുടിയാ. ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. ആൻഡ് ഞാൻ പലവട്ടം അതുവേണ്ടി പ്രാർത്ഥിച്ചിരുന്നെങ്കിലും അത്ര സ്ട്രെസ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടില്ല. ഗോഡിന് സബ്മിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ ശ്രദ്ധിക്കുവാൻ തുടങ്ങിയപ്പോൾ കഴിഞ്ഞ ഒരു 4-5 ആഴ്ച ഞാൻ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. എൻ്റെ തലമുടി പൊഴിയിൽ നിന്നു. ആൻഡ് പ്രൈസ് ഗോഡ് ഫോർ ദാറ്റ്. ആമേൻ. ഇനിയും അങ്ങ് കുറെ പറഞ്ഞു പോകുന്നുണ്ട്, പക്ഷെ അവരുടെ തലമുടി പൊഴിച്ചിൽ നിന്നു എന്ന് പറഞ്ഞിട്ടാണ്. മോന്റെ ജോലി ഷിക്കാഗോയിൽ നിന്ന് വന്ന ഒരു ടെസ്റ്റിമണിയാണ്. ഒരെണ്ണം ആഫ്രിക്കയിൽ നിന്ന് വന്നതാണ്. ധാരാളമായ ദൈവം അനേക സ്ഥലങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് എന്തൊരു അത്ഭുതം ചെയ്യും. കർത്താവെ, ഇന്ന് പ്രാർത്ഥിക്കുന്നു, കഴിയുമെങ്കിൽ ഒരു കൈയെങ്കിലും ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ യേശുവിനോട് പറയുക. ഇന്നത്തെ പ്രാർത്ഥന വിഷയങ്ങൾ നാളത്തെ സാക്ഷ്യങ്ങളാണ്. Today's prayer requests are tomorrow's praise reports. കർത്താവെ, രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ. മാനസിക രോഗികളെ സൗഖ്യമാക്കണമേ. കർത്താവെ, വിവിധ രീതിയിലുള്ള പ്രയാസങ്ങൾ, നട്ടല് സൗഖ്യമാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവിക വിടുതൽ എല്ലാവർക്കും കർത്താവെ നീ കൊടുക്കുന്നതിനായി നന്ദി പറയുന്നു. ബ്ലസ് ചെയ്യുന്നു കർത്താവെ. ഏത് ആവശ്യത്തിലും കർത്താവ് അത്ഭുതം ചെയ്യുന്നതിനായി നന്ദി. ഇൻ ജീസസ് നെയിം ആമേൻ. നാളെ രാവിലെ 8 മണിക്ക് ഇംഗ്ലീഷ് സർവീസ്, 10 മണിക്ക് മലയാളം സർവീസ്, ഇന്ന് വൈകിട്ട് 7 മണിക്ക് ഉണർവിൻ്റെ പ്രാർത്ഥന നടക്കുകയാണ്. ഒന്നും മിസ്സാകരുത്. മാത്രമല്ല, ബ്ലെസ്സിംഗ് ടുഡേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇന്ന് തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓണാക്കുക. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു